പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് ശൗമേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വിവേകത്തോടു കൂടെ നടക്കുന്നവരുടെ കൂടെ നടക്കുന്നവനായ ദൈവം. സ്തോത്രം. ദാവീദിനെ നമുക്കറിയാം. ആട്ടിടയ ബാലനായി ജീവിച്ചു വന്നിരുന്ന ദാവീദിനെ ദൈവത്തിൻ്റെ ദാസനായ ശൗമേൽ പ്രവാചകനെ പറഞ്ഞുവിട്ട് അഭിഷേകത്തിൻ്റെ തൈലം തൻ്റെ മേൽ പകർന്ന് തന്നെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് ഒരു ദൈവഭൃത്തനാക്കി ദൈവം തീർത്തു. അർഹിക്കാത്ത അനേക സ്ഥാനമാനങ്ങൾ കൊടുത്ത് താൻ ഉയർച്ചയിലേക്ക് എത്തപ്പെട്ടപ്പോഴും തന്നെ അതുവരെയും നടത്തിയ ദൈവത്തെ മറക്കാത്ത ഒരു ദൈവഭൃത്തനായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയുടെയും പ്രധാന കാരണം തന്നെ ഉയർത്തിയ ദൈവത്തെ മറക്കാതുള്ള ഒരു ജീവിതമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ആമുഖത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയുന്നു. ദൈവത്താൽ നമ്മൾ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അർത്ഥാൽ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അഹങ്കാരം നമുക്ക് പാടില്ല. എത്രത്തോളം നാം ദൈവത്താൽ ഉയർത്തപ്പെടുന്നോ അത്രത്തോളം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട് വിശ്വാസത്തിനോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നാം ഭംഗിയായി ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ശമൂവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. സ്തോത്രം. ദാവീദ് വിവേകത്തോടെ നടക്കാനുള്ള കാരണം എന്താണ്? തൻ്റെ ഉള്ളിൽ പകരുന്ന ആ ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം. കാരണം പരിശുദ്ധാത്മാവാണ് തന്നെ മുൻപോട്ട് നയിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവാണ് ദാവീദിനെ മുൻപോട്ട് നയിച്ചത്. വഴിതെറ്റിപ്പോകാമായിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ തനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും മാനുഷികമായ ബുദ്ധിയോ മാനുഷികമായ വാക്കുകളോ ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ ആലോചന സ്വീകരിച്ച് വിവേകത്തോടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. സ്തോത്രം. ആകയാൽ ദാവീദിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവാലോചന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? അർത്ഥാൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? വിവേകത്തോടെ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നുവെങ്കിൽ യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പകൽവേളയിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾ വിവേകത്തോടെ. സ്തോത്രം. അതുകൊണ്ട് ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായി ജീവിക്കണം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രഭാവലയത്തിനകത്ത് താൻ ആയിരിക്കുമ്പോഴും ഒരിക്കൽ പോലും തൻ്റേതായ ബുദ്ധിയിൽ താൻ ആശ്രയിച്ചില്ല. താൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവം കൊടുക്കുന്ന ആലോചന അനുസരിച്ച് താൻ മുൻപോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ. ശലോമോൻ ദൈവത്തോട് സനിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, ശലോമോനെ, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ശലോമോൻ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, ഈ ജനത്തെ നയിപ്പാനുള്ള വിവേകം എനിക്ക് തരണം. ഇന്ന് പകൽക്കാലം ദൈവം തരുന്ന വിവേകപ്രകാരം നിങ്ങളുടെ വാക്കുകൾ ശുദ്ധിയുള്ളതായാൽ, നിങ്ങളുടെ പ്രവൃത്തികൾ ശുദ്ധിയുള്ളതായാൽ, നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചുള്ളതാണെങ്കിൽ, നിങ്ങളുടെ വഴികൾ ദൈവം കാണിച്ചു തരുന്ന വഴിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ കൂടെ ഇരുന്ന ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിലും നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽക്കാലം ഒരു തീരുമാനമിട്. ഞാൻ നടക്കുന്നുവെങ്കിൽ, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവം തരുന്ന ആലോചന അനുസരിച്ച് ഞാൻ നടക്കും. സ്തോത്രം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ വിശ്വസ്തനുമായ കർത്താവിനെ മുറുകെ പിടിക്ക്. ദൈവം നിങ്ങൾക്ക് ആലോചന നൽകും. അവൻ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. നിങ്ങളുടെ കുടുംബം എങ്ങനെ നയിക്കണം, നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ നയിക്കണം, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്.
ദൈവത്തിൽ ആശ്രയിര്, മനുഷ്യരിലുള്ള ആശ്രയം വിട്ടുകള. മാനുഷിക ബുദ്ധിയും മനുഷ്യൻ്റെ ചിന്തകളും, മനുഷ്യരോടൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന തെറ്റെന്ന് ഞാൻ പറയുകയല്ല. എല്ലാ അഭിപ്രായങ്ങളും നാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് ശേഷം ദൈവത്തോട് നാം ഒരു ആലോചന ചോദിക്കുക. ദൈവത്തിൻ്റെ ആലോചന എന്താണോ അതനുസരിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ സങ്കടങ്ങൾ മാറും, നിങ്ങൾക്കൊരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആകയാൽ വിവേകത്തോടെ ജ്ഞാനികളായി ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.